NDA സർക്കാരുമായി നിരന്തരം രാഷ്ട്രീയ ഏറ്റുമുട്ടൽ നടത്തുമ്പോഴും വ്യാവസായിക വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ കൂടി പിന്തുണയോടെ ഏറെ മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടുകാരിയായ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്റ്റാലിൻ സർക്കാരിന്റെ ആവശ്യങ്ങളോട് ഇത്തവണ മോദി സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്നതിലാണ് കൗതുകം. തമിഴ്നാടിന് കൂടുതൽ കേന്ദ്രവിഹിതം വേണമെന്ന ആവശ്യം നേരത്തെയുള്ളതാണ്. വ്യാവസായിക വികസനത്തിൽ തമിഴ്നാട് മികച്ച മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ബെൽറ്റ്, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ വിപുലീകരണം എന്നിവയും നടക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര ധനസഹായം പലപ്പോഴും രാഷ്ട്രീയ വിരോധം കൊണ്ട് വൈകിപ്പിച്ചുവെന്നാണ് DMK-യുടെ പരാതി. ഇത്തവണത്തെ ബജറ്റിൽ അർഹമായ പരിഗണന വേണമെന്ന ആവശ്യം നേതാക്കൾ സർവകക്ഷി യോഗത്തിലും ഉന്നയിച്ചിരുന്നു. അനുമതിക്കും ഫണ്ടിനുമായി പദ്ധതി നിർദ്ദേശം ധനമന്ത്രിക്ക് സമർപ്പിച്ചതായും നേതാക്കൾ വ്യക്തമാക്കി. രാഷ്ട്രീയ വിയോജിപ്പ് ബജറ്റ് വിഹിതത്തിൽ പ്രതിഫലിച്ചില്ലെങ്കിൽ ഇത്തവണ പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷ സ്റ്റാലിനുണ്ട്. ചെന്നൈ മെട്രോ റെയിൽ രണ്ടാം ഘട്ട പൂർത്തീകരണത്തിന് 3 വർഷമായി കേന്ദ്രം ഫണ്ട് തരാതെ പ്രതിസന്ധിയിലാക്കി എന്നാണ് സ്റ്റാലിന്റെ പ്രധാന വിമർശനം. നിലവിൽ അനുമതിയുള്ള റെയിൽവേ നവീകരണ പദ്ധതികൾക്കും ഫണ്ട് ലഭിക്കുന്നില്ല. താമ്പരം ചെങ്കൽപ്പേട്ട് എലിവേറ്റഡ് കോറിഡോർ പ്രൊജക്ടാണ് മറ്റൊരാവശ്യം. കോയമ്പത്തൂരിലും മധുരയിലും മെട്രോ പദ്ധതികൾക്ക് കേന്ദ്ര അനുമതി ലഭിക്കണം. നിലവിലെ ദേശീയപാത വികസന പദ്ധതികളുടെ കേന്ദ്ര ധനസഹായവും വർദ്ധിപ്പിക്കുക. ഗ്രാമീണ ഭവന പദ്ധതികളുടെ ചെലവ് പരിധി ഉയർത്തുക. കാർഷിക പദ്ധതികളിൽ കൂടുതൽ ഇളവ്. മിഡിൽ ക്ലാസ് വിഭാഗങ്ങളുടെ അമിത നികുതി ഭാരം കുറയ്ക്കണമെന്നിവയാണ് DMK സർക്കാരിന്റെ പ്രധാന ആവശ്യങ്ങൾ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.